പരിപാടിന്റെ പരിപാടി. ആദ്യം ഉണ്ടല്ലോ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാ പാലിന്റെയും പിന്നെ പഞ്ചസാര ഈ അത് നോക്കിയോ എന്നോട് പിന്നെ ഞാൻ എന്ത് ഭാഗത്തിലും നാളെ കൊന്ന കിട്ടുകയാണെങ്കിൽ എല്ലാരും പെറുക്കി കൊണ്ടുപോയി ഗൈസ് കൊന്ന കിട്ടൂല സാരിനെ കിട്ടില്ല ഗൈസ് ഇവിടെ മൂച്ചിരിക്കുക പിന്നെ ലവിഷോൻ എടുക്കാൻ പറ്റിയ എന്തെങ്കിലും സോങ് കാണേ വീഡിയോ കാണേ എന്തെങ്കിലും ഒന്നില്ല കഴിക്കണേ കൊന്ന ഞാൻ എങ്ങനെയാണ് സെറ്റ് ആക്കിയോ മക്കളെ നല്ല ഇവൻ പാട്ട് പാടും ഓ എങ്കിൽ ടോണി ഒരു പാട്ട് പാടിക്കേ കേൾക്കട്ടെ പാട് കണ്ണാറക്കണ്ണ ഓടിവാ ആ പാട്ട് കൊള്ളാം കണ്ണാ നീ ഉറങ്ങടാ പാട്ടാലോ മുണ്ടാണ്ട് പോയി കേട്ട് ഉറങ്ങിക്കോടോ ആയിക്കോട്ടെ അന്നെ വെച്ചാ തിന്നെ എടുക്കടോ ഓണൊന്നല്ല നിങ്ങൾ പാട്ടൊന്നും എടുക്കണ്ട അമ്മോ എന്തൊരു പരിപാടിന് മുന്നേ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരുപാട് ടൈമിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് കണി വെക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് ഷോപ്പിലെത്തിയതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. ഭഗവതി സ്വയം പ്രത്യക്ഷപ്പെട്ടതാണ്. ഫിദർ ഇതേ വർക്കിലാണ് മുഴുകിയിരിക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ ടൈമായിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങൾ സാധനം മേടിച്ചു വരട്ടോ. ഫിനിട്ടാണ് വാങ്ങാൻ പിന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, വീട്ടിൽ നോക്കുന്നുണ്ട്. ഞങ്ങൾ പലട മിക്സ് ഞങ്ങൾ ഇതാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഓക്കെ, ഞങ്ങൾ പാല് വാങ്ങിയിട്ട് വരാം ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ ഷോപ്പിലാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷുവിന്റെ പായസം നമ്മളെ ബൊട്ടീക്കിൽ തന്നെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ പാലും അതിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ വാങ്ങി തിരിച്ച് ബൊട്ടീക്കിൽ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ഇത് ആരുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ എന്തായാലും എല്ലാവരും കൂടെ കട്ടക്കിട്ടിട്ട് ഇതാ പായസം വെക്കാനായിട്ട് പോലാണ്. പാലിന്റെ അളവും മിക്സിന്റെ അളവും കാര്യമായിട്ട് ഹരിച്ചും കണിച്ചൊന്നും നോക്കാതെ ഇവിടെ ഇതാ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കലാണ് കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ പടക്കൊക്കെ വാങ്ങാനായിട്ട് പോകലാണ്. അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഞങ്ങൾ രണ്ടാൾക്കാരാണ് ഇത് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കൂട്ടത്തിൽ കുറച്ചെങ്കിലും കാര്യവിവരമുള്ള ഒരാളെ കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളതെങ്കിലും അവൾക്ക് അത്രയും കാര്യമില്ലായിരുന്നു. അവൾ ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഏതാ വാങ്ങേണ്ടത്, എങ്ങനെയാ വാങ്ങേണ്ടത്. സീസൺ ടൈമിൽ നമ്മളെ ബൊട്ടിക്കിൽ കാണുന്ന പോലത്തെ തന്നെ ഒരു തിരക്ക് നമുക്ക് എവിടെയും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ആളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ പെറുക്കിയെടുത്ത് കൂട്ടിയിട്ടുണ്ട്. പടക്കം വാങ്ങാൻ തീരെ അറിയില്ല, സെലക്ഷൻ ഇല്ലാത്ത ആളാണ്. വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ എടുത്തത് ഗൈസ്. അങ്ങനെ ഇപ്രാവശ്യം പടക്കത്തിലായാലും ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. എംപുരാൻ, ബസൂക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കളി വെക്കാനായിട്ടുള്ള ബാക്കി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ശരിക്കും ഈ പൊരിഞ്ഞ വെയിലത്തുള്ള ഈ ഒരു ഓട്ടപ്പാച്ചിൽ വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ആലോചിക്കുമ്പോൾ നമുക്ക് എവിടെ വരെ പോയിട്ടായാലും സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കാനായിട്ട്. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ കലാപരിപാടികൾ ഇവിടെ സ്റ്റാർട്ടാക്കുകയാണ്. കൂടുതൽ വേർക്കുന്നതിന് മുന്നേ ആയിട്ട് റാംബാക്കൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യത്തിനും പേടിയുള്ള ഓണറെ തന്നെ മുന്നിൽ നിർത്തിയിട്ട് ഐശ്വര്യമായിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പകല് കുറച്ച് നേരത്തെ ഒരു ആർമാദത്തിന് ശേഷം ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. കസ്റ്റമേഴ്സൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നമ്മുടെ മെയിൻ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. നൈറ്റിൽ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്തായപ്പോഴേക്ക് നമ്മളെല്ലാവരും കൂടെ ഗ്യാദർ ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വിഷു സെലിബ്രേഷനാണ് ഇപ്രാവശ്യം ലൈവൈറ്റ് ബുട്ടീക്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വി ആർ സോ ഹാപ്പി. ആൻഡ് ഓൾസോ നമ്മുടെ ഇത്രയും റഷ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ നമുക്ക് ഇതേപോലത്തെ ടൈമൊക്കെ കിട്ടുമ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ലൈവൈറ്റ് ബുട്ടീക്കിൻ്റെ ഹാപ്പി വിഷു.